ഒടുവിൽ അജിത് ഡോവൽ പടിയിറങ്ങുന്നു. ഇനി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ റോളിലേക്കില്ല. മോദി സർക്കാർ മൂന്നാമതും സ്ഥാനമേറ്റതിന് പിന്നാലെയാണ് അജിത് ഡോവൽ തീരുമാനം അറിയിച്ചതെന്നാണ് വിവരം. എന്നാൽ പദവിയിൽ തുടരാൻ പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതായാണ് സൂചന. കഴിഞ്ഞ 10 വർഷം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ റോളിൽ അജിത് ഡോവൽ ഉണ്ടായിരുന്നു. 1968 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനാണ് ഡോവൽ. 20 വർഷമായി ചൈനയുമായുള്ള അതിർത്തി ചർച്ചയ്ക്കുള്ള ഇന്ത്യയുടെ പ്രത്യേക പ്രതിനിധിയുമാണ്. മോദിയുടെ വിശ്വസ്തനായ ഡോവൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിലെത്തും മുമ്പ് ഇൻ്റലിജൻസ് ബ്യൂറോ മേധാവിയായിരുന്നു. 1999 കാണ്ഡഹാർ രക്ഷാദൗത്യം, 2016 പാകിസ്ഥാന് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്, 2019 ബാലാക്കോട്ട് ആക്രമണം എന്നീ ദൗത്യങ്ങളിലെല്ലാം അജിത് ഡോവൽ നിർണായക പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ പട്ടാളത്തിലെ മേജറിൻ്റെ മകനായി ഉത്തരാഖണ്ഡിലെ ഗദ്വാളി ബ്രാഹ്മണ കുടുംബത്തിലാണ് അജിത് ഡോവലിൻ്റെ ജനനം. അജ്മീറിലെ സൈനിക സ്കൂളിലും ആഗ്ര സർവകലാശാലയിലും പഠനം. സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദമെടുത്ത ശേഷം നാഷണൽ ഡിഫൻസ് കോളേജിൽ നിന്ന് MPhil പൂർത്തിയാക്കി. പിന്നീടാണ് സിവിൽ സർവീസിൽ പ്രവേശിച്ചത്. അജിത് ഡോവൽ പോലീസ് വേഷത്തിൽ ആദ്യം എത്തിയത് കോട്ടയത്താണ് 1968. 1972 K. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ തലശ്ശേരിയിലുണ്ടായ കലാപം നേരിടാൻ നിയോഗിച്ചത് ASP ആയിരുന്ന ഡോവലിനെ ആയിരുന്നു. കലാപത്തെ നിയന്ത്രണ വിധേയമാക്കി ഡോവൽ ഏറെ ശ്രദ്ധ നേടി. തുടർന്ന് ഡോവൽ കേന്ദ്ര സർവീസിലേക്ക് പോയി. മിസോറാമിൽ രഹസ്യാന്വേഷണ ഓഫീസറായിട്ടായിരുന്നു അടുത്ത ഇന്നിങ്സ്. ഇന്ത്യൻ പട്ടാളത്തിൽ ഹവിൽദാറായി ജോലി ചെയ്യുകയും തീവ്രാശയങ്ങളാൽ പ്രലോഭിക്കപ്പെട്ട് മിസോ നാഷണൽ ഫ്രണ്ട് രൂപീകരിക്കുകയും ചെയ്ത ലാൽ ഡങ്കൻ്റെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറിയ ഡോവൽ അതിൽ 6 പേരെ റാഞ്ചി മറുചേരിയിലെത്തിച്ച് MNF-നെ തകർത്തു. 1980കളിൽ പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെത്തി. ഡോവലിന് അവിടെ അണ്ടർ കവർ ഓപ്പറേഷൻ്റെ ചുമതലയായിരുന്നു. തിരിച്ച് ഇന്ത്യയിലെത്തിയ ഡോവൽ 1984 സുവർണക്ഷേത്രത്തിൽ നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൽ ഒരു ഉന്തുവണ്ടി റിക്ഷാക്കാരൻ്റെ വേഷത്തിൽ ഭിന്ദ്രൻ വാലയുടെ സംഘത്തിലേക്ക് നുഴഞ്ഞു കയറി അവരുടെ വിവരങ്ങൾ ചോർത്തി പുറത്തെ സൈന്യത്തിന് നൽകി. 1992 മുതൽ 96 വരെ ലണ്ടനിലെ ഇന്ത്യൻ എംബസിയിലാണ് ജോലി ചെയ്തത്. 1999 ക്രിസ്മസ് സന്ധ്യയിൽ കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പറന്ന ഇന്ത്യൻ എയർലൈൻസിൻ്റെ AC-814 വിമാനം ഭീകരർ റാഞ്ചിയപ്പോഴാണ് ഡോവലിനെ ലോകം പിന്നീട് ശ്രദ്ധിച്ചത്. രാജ്യത്തിനും ഭീകരവാദികൾക്കും ഇടയിലെ മധ്യസ്ഥനും രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ പോയിന്റ്മാനും ഡോവലായിരുന്നു. മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളായ ബ്രിജേഷ് മിശ്രയ്ക്കും ജയൻ ദീക്ഷിതിനും MK നാരായണനുമെല്ലാം കീഴിൽ ജോലി ചെയ്ത് 2005 ഡോവൽ വിരമിച്ചു. പിന്നീട് വിവേകാനന്ദ കേന്ദ്രത്തിൻ്റെ ഭൗതിക സംഘമായ വിവേകാനന്ദ ഇൻ്റർനാഷണൽ ഫൗണ്ടേഷൻ്റെ സ്ഥാപക ഡയറക്ടറാണ് ഡോവൽ പ്രത്യക്ഷപ്പെട്ടത്. 2011 ഫൗണ്ടേഷൻ നടത്തിയ കള്ളപ്പണത്തിനെതിരായ ദ്വിദിന സെമിനാറിൽ S. ഗുരുമൂർത്തി, ബാബ രാംദേവ്, അണ്ണാ ഹസാരെ, അരവിന്ദ് കെജ്രിവാൾ, കിരൺ ബേദി എന്നിവർ പങ്കെടുത്തു. ലോക്പാലിനായുള്ള അണ്ണാ ഹസാരെയുടെ ഉപവാസത്തിൽ UPA സർക്കാർ ആടിയുലഞ്ഞു. ഇതേ തുടർന്നാണ് BJPയുടെ വളർച്ച തുടങ്ങിയത്. 2014 നരേന്ദ്രമോദി ഇന്ത്യയുടെ 14ാമത് പ്രധാനമന്ത്രിയായി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ സ്ഥാനത്തേക്ക് മോദി അജിത് ഡോവലിനെ കൊണ്ടുവരികയും ചെയ്തു. 2014 ജൂണിൽ ഇറാഖിലെ IS ഭീകരർ തട്ടിക്കൊണ്ടുപോയ 46 ഇന്ത്യൻ നഴ്സുമാരെ ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തിയത് അജിത് ഡോവലിൻ്റെ നേട്ടമാണ്. പുൽവാമയിൽ വെച്ച് സൈനിക വാഹന ശ്രേണിയെ ആക്രമിച്ച് 40 ഇന്ത്യൻ പട്ടാളക്കാരെ വധിച്ചതിന് പകരമായി അതിൻ്റെ 12ാം നാൾ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിലെ ഭീകരകേന്ദ്രം അതിർത്തി കടന്നുപോയി തകർത്തതും 2015 മ്യാൻമാറിലേക്ക് അതിർത്തി കടന്നു ചെന്ന് ഭീകരരെ വധിച്ചതുമെല്ലാം അജിത് ഡോവൽ എന്ന സൂപ്പർ കോപ്പിൻ്റെ വിജയമാണ്. 2020 മാർച്ച് 27 കോവിഡ് വ്യാപനത്തിൻ്റെ തുടക്കകാലത്ത് ഡൽഹിയിൽ നിസാമുദ്ദീനിലെ പള്ളിയിൽ പിരിഞ്ഞു പോവാൻ കൂട്ടാക്കാതെ തമ്പടിച്ചിരുന്ന തബ്ലീഗ് ജമാഅത്തുകാരുടെ ഇടയിലേക്ക് പുലർച്ചെ 2 മണിക്ക് അജിത് ഡോവൽ കയറി ചെന്നു. 10 മിനിറ്റിനകം അവരിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള സമ്മതം വാങ്ങി. അവരോട് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഇന്നും ആർക്കും അറിയില്ല. ഇന്ത്യൻ ജെയിംസ് ബോണ്ട് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. ചടുല നീക്കങ്ങളിലൂടെ ഡോവൽ എല്ലാവരെയും അമ്പരപ്പിച്ചു. സൂപ്പർമാനായി വളർന്ന അജിത് ഡോവലിനെ കുറിച്ച് നിരവധി അതിശയോക്തി കലർന്ന കഥകളും പ്രചരിക്കുന്നുണ്ട്. അതിലൊന്നിങ്ങനെയാണ്: പാകിസ്ഥാൻ്റെ കഹൂദ ആണവ നിലയം നിൽക്കുന്ന നഗരത്തിൽ ശാസ്ത്രജ്ഞന്മാർ മുടി വെട്ടുന്ന ബാർബർ ഷോപ്പിൽ കയറി ഡോവൽ അവിടെ നിന്ന് വെട്ടിയിട്ട മുടികൾ ശേഖരിച്ചു എന്നാണ് കഥ. ഈ മുടിയിൽ നിന്ന് ആണവ നിലയത്തിൽ പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിൻ്റെ തരം തിരിച്ചറിയാൻ സാധിച്ചു എന്നാണ് പ്രചരിക്കുന്ന കഥകളിലൊന്ന്. ആദിത്യധർ സംവിധാനം ചെയ്ത് 2019 പുറത്തിറങ്ങിയ ഉറി എന്ന സിനിമയിൽ പരേഖ് റാവൽ അവതരിപ്പിച്ച ഗോവിന്ദ് ഭരദ്വാജ് എന്ന കഥാപാത്രം അജിത് ഡോവലാണ്.